അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ നല്ല തണുപ്പുണ്ട്. ഇന്ന് തണുപ്പിനോടൊപ്പം നല്ല ചൂടുള്ള ഒരു വാർത്തയും കൂടി ദില്ലിയിൽ നിന്ന് വരുന്നുണ്ട്. ചൂടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു വാർത്ത. കോൺഗ്രസിന്റെ പുതിയ ദേശീയ ആസ്ഥാനം ഇന്ദിരാഗാന്ധി ഭവന്റെ ഉദ്ഘാടനം ഇന്ന് സോണിയാഗാന്ധി നിർവഹിക്കും. രാവിലെ 10 മണിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തുന്നതോടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് തുടക്കമാകും. പ്രവർത്തക സമിതി അംഗങ്ങളും പ്രധാന നേതാക്കളുമടക്കം 200 പേർ പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ നിന്ന് കെ സുധാകരൻ അടക്കമുള്ള പ്രധാന നേതാക്കൾ ദില്ലിയിൽ ഈ ചടങ്ങിന് വേണ്ടി എത്തിയിട്ടുണ്ട്. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ ഇപ്പോൾ ഉള്ളത് പുതിയ ഇന്ദിരാഭവന് മുന്നിലാണ്. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. ദില്ലിയിൽ നല്ല തണുപ്പുണ്ട്. മാത്രവുമല്ല, ഇന്ന് ഏറെ സന്തോഷകരമായ ദിവസം. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അക്ബർ റോഡിലുള്ള ഒരു ഓഫീസിന് പുറമെ കോട്ട്ല റോഡിലും വലിയ ഒരു ഓഫീസ് കിട്ടുന്നു. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഓഫീസാണെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ തന്നെ അവിടെ വന്നൊന്ന് കാണണമെന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ഓഫീസാണ്. ആ കാഴ്ചകളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുക്കും. എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, നമ്മളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുമെങ്കിൽ അവിടെയുള്ള സൗകര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം കഴിഞ്ഞാൽ നന്നായിരിക്കും. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ കോൺഗ്രസ് ഓഫീസിന് മുൻപിലാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഈ രാവിലെ തന്നെ കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ എക്സ്ക്ലൂസീവായി നമുക്ക് കാണിക്കാൻ കഴിയുക. ഇന്ന് അതിരാവിലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തി, കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാനത്ത് എത്തി. ഇവിടുത്തെ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അങ്ങനെ അതിരാവിലെ തന്നെ ഈ വളരെ ചരിത്രപരമായ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ചരിത്രപരമായ ഈ ദിവസത്തിൽ അതിരാവിലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഏതായാലും ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പുതിയ ചരിത്രം കോൺഗ്രസ് എഴുതാൻ പോവുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം ദില്ലിയിൽ വരികയാണ്. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മളോട് അല്പം മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള നേതാക്കളൊക്കെ തന്നെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ ഭാഗത്ത് അധികം നിൽക്കാൻ പാടില്ല എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അതിരാവിലെ തന്നെ ഇവിടെ കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തി ഇവിടുത്തെ സാഹചര്യങ്ങൾ, ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ നിരീക്ഷിക്കുന്നു. ഏതായാലും കോൺഗ്രസ് നമുക്കറിയാം, കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസിന് സ്വന്തമായൊരു ആസ്ഥാന മന്ദിരം ഇതുവരെ ഇല്ലായിരുന്നു. ഒരു വാടക കെട്ടിടത്തിലാണ് കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 24 അക്ബർ റോഡിൽ. അത് 1978 മുതലാണ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുതലാണ് 24 അക്ബർ റോഡിലെ പ്രവർത്തനം ആരംഭിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് വലിയ തിരിച്ചടി നേരിട്ട് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം അന്ന് കോൺഗ്രസ് പിളർന്നു. അന്ന് ഒരു ആസ്ഥാന മന്ദിരം ഇല്ലാതെ ഇരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ദിരാ കോൺഗ്രസിനുണ്ടായിരുന്നത്. പിന്നീട് ഇന്ദിരാഗാന്ധിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു MP സ്വന്തം ക്വാർട്ടേഴ്സ്, MP ക്വാർട്ടേഴ്സ് കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരമാക്കാൻ നൽകുകയായിരുന്നു. അങ്ങനെ തുടർന്നുള്ള കാലഘട്ടം കോൺഗ്രസിൻ്റെ വളർച്ചയും തളർച്ചയും ഒക്കെ നേരിട്ടത് 24 അക്ബർ റോഡ് എന്ന ഓഫീസായിരുന്നു. ഏതായാലും അവിടെ നിന്ന് ആ വാടക കെട്ടിടത്തിൽ നിന്ന് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരത്തിലേക്ക് കോൺഗ്രസ് ഇന്ന് മാറുകയാണ്. 2009 ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഈ ആസ്ഥാന മന്ദിരത്തിന് തറക്കല്ലിട്ടത്. പിന്നീട് 15 വർഷം സമയമെടുത്തു കോൺഗ്രസിന് ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ. ഇടയ്ക്കൊക്കെ തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിനുള്ള പണം ലഭ്യമല്ലാത്തൊരു സാഹചര്യമൊക്കെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വാർത്തയായി പുറത്തു വന്നിരുന്നതായാലും ഇപ്പോൾ 15 വർഷം സമയമെടുത്ത് കോൺഗ്രസ് ദില്ലിയിൽ ഒരു സ്വന്തമായ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് BJPയുടെ ആസ്ഥാന മന്ദിരം ഉള്ളത്. ഏതായാലും അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 10 മണിക്കാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇവിടെ പതാക ഉയർത്തി പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോഴും ഇവിടുന്ന് കാണിക്കാം. പ്രിയങ്ക ഗാന്ധി ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കോൺഗ്രസ് ആസ്ഥാനത്തിൻ്റെ മുൻപിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 400-ലധികം അതിഥികളെയാണ്
കോൺഗ്രസ് പ്രവർത്തകരെയാണ്, നേതാക്കളെയൊക്കെയാണ് കോൺഗ്രസ് ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക്, ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. 5 നിലകളായിട്ടാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ നിലയാണ് മാധ്യമപ്രവർത്തകർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കുമൊക്കെ തന്നെ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രദേശം. പിന്നീട് 1-ാം നില മുതൽ മുകളിലോട്ടാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനുള്ള വിവിധ നേതാക്കളുടെ ഓഫീസുകളുള്ളത്. ഏറ്റവും മുകളിലത്തെ നില 5-ാം നിലയിലാണ് കോൺഗ്രസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അതുപോലെ രാഹുൽ ഗാന്ധി എന്നിവരുടെ ഓഫീസ് പ്രവർത്തിക്കുക. ഏറ്റവും കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് തോന്നുന്നു അല്ലേ? 10 മണിക്ക് ശേഷം മാത്രമേ മാധ്യമപ്രവർത്തകരെ അനുവദിക്കുകയുള്ളൂ സുരക്ഷാ കാരണങ്ങളാൽ. 3-ാമത്തെ നില സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള നേതാക്കളുടെ ഓഫീസാണ്. 2-ാം നില വിവിധ സെല്ലുകൾ പ്രവർത്തിക്കുന്ന ഓഫീസുകളായിരിക്കും ആ നിലയിൽ ഉണ്ടാവുക. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ്. പി എസ് സുനിൽ, എനിക്കൊന്ന് ചെറിയ ശബ്ദവിനിമയത്തിൽ ചെറിയ സാങ്കേതിക തകരാറുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1978-ലാണ് ഈ അക്ബർ റോഡിലേക്ക്, ഇപ്പോൾ ഓഫീസ് പ്രവർത്തിക്കുന്ന അക്ബർ റോഡിലെ കെട്ടിടത്തിലേക്ക് മാറിയത്. അതിനുശേഷം ഇപ്പോൾ ഒരു മാറ്റമുണ്ടാവുന്നു. പക്ഷേ അക്ബർ റോഡിൽ തന്നെ ആയിരിക്കും അതുണ്ടാവുക. അത് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല. മനോഹരമായ സ്ഥലമാണ് അക്ബർ റോഡ്. അതിനൊരു കാൽപ്പനിക ഭംഗിയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. മുമ്പിലൊരു ചെറിയ ലോണും ഒക്കെയുള്ള അക്ബർ റോഡ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അവിടെ 24-ാം നമ്പർ ബംഗ്ലാവിലായിരുന്നു കോൺഗ്രസിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അക്ബർ റോഡിൽ നിന്നും കോട്ട്ല റോഡിലേക്കാണ് ഈ ഓഫീസ് മാറാൻ പോകുന്നത്. കോട്ട്ല റോഡിലെ 9-ാം നമ്പറാണ് ഇന്ദിരാഭവൻ്റെ ഈ പുതിയ മേൽവിലാസം. അപ്പോൾ ഇന്ദിരാഭവൻ കോട്ട്ല റോഡ് നമ്പർ 9 എന്ന് കൊടുത്താൽ നമുക്ക് ഈ ഓഫീസിലേക്ക്, മേൽവിലാസത്തിലേക്ക് എത്താൻ സാധിക്കും. ഇതിനോട് തൊട്ടടുത്താണ് BJPയുടെ ഓഫീസും.